നേരത്തേക്ക് നമ്മുടെ ഒരുപാട് കൂട്ടുകാരെ ഈ മീനുകൾ കണ്ടാൽ വാങ്ങാനായിട്ട് നിൽക്കത്തില്ല കേട്ടോ. നമ്മുടെ കുറേ വീഡിയോസൊക്കെ കണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായതിന് ശേഷം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിച്ച് വാങ്ങുന്ന കുറച്ച് മീനുകളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതുപോലെ നമ്മുടെ കൂട്ടുകാരെ ഞാൻ 1-2 നമ്പർ കൊടുക്കാം. ഏത് മീനാണ് കഴിച്ചിട്ടുള്ളത്, ഏത് മീനാണ് കഴിച്ചിട്ടില്ലാത്തത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഏതൊക്കെ മീനാണെന്ന് ഒന്ന് നോക്കാം. ആദ്യമായി നമ്മൾ കാണുന്നത് ഒറിജിനൽ നെമ്മീനാണ് കേട്ടോ. വേറെ ഓരോ നെമ്മീനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒറിജിനൽ നെമ്മീനാണെന്ന് എടുത്തു പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒറിജിനൽ നെമ്മീൻ്റെ ആ കളറും ആ കടുവകളുടെ ആ ലൈനും കാര്യങ്ങളെല്ലാം കാണും. അതാണ് ഒറിജിനൽ നെമ്മീൻ എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ കാണിച്ചു തരുന്നത് നമ്മുടെ വെള്ള പൈന്തി മീനാണ് കേട്ടോ. ഈ കാണുന്നതാണ് വെള്ള പൈന്തി മീൻ കേട്ടോ. ഇതിൻ്റെ വേറൊരു ഐറ്റം ഉണ്ട്, തിരട്ടെ എന്ന് പറയുന്ന വേറൊരു ഐറ്റം ഉണ്ട് കേട്ടോ. ഇത് വെള്ള പൈന്തിയാണ്. മൂന്നാമതായി നമ്മൾ കാണുന്നത് കുറുവല എന്ന് പറയുന്ന മീനാണ് കേട്ടോ. ഇതെല്ലാം പാര് സൈഡിലൊക്കെ വളരുന്ന മീനാണ് കേട്ടോ, കല്ലിൻ്റെ ഇടയിലൊക്കെ വളരുന്ന മീനാണ്. നാലാമതായി നമ്മൾ കാണുന്നതാണ് ഹമൂർ. യഥാർത്ഥ അളുവ മീൻ ഇതാണ് കേട്ടോ. കലവ വർഗം തന്നെ, എന്നാലും നമ്മുടെ ഇവിടെ ഇതിനെ അളുവ എന്നാണ് പറയുന്നത്. വടക്കോട്ടൊക്കെ ഹമൂർ എന്നൊക്കെ പറയുന്ന സാധനമാണ്. KGക്ക് 450 രൂപ വരെ വില വരുന്ന സാധനമാണ് കേട്ടോ. അഞ്ചാമതായി നമ്മൾ കാണുന്നത് വാളമീൻ. എല്ലാ കൂട്ടുകാർക്കും അറിയാം, വാളമീൻ കഴിക്കാത്തതായിട്ട് ആരും കാണത്തില്ല. എന്നാലും നമ്മുടെ ഈ വീഡിയോയിൽ നമ്മുടെ ഈ വാളമീൻ കൂടെ ഉൾപ്പെടുത്തുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആറാമതായി കാണുന്നതാണ് വെള്ളക്കലവയാണ് കേട്ടോ. ഇത് കലവയിൽ പല വെറൈറ്റികളുണ്ട്, എല്ലാം നമ്മുടെ ഈ വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു കലവ മീൻ ഏകദേശം ഒരു 3 kg മുകളിൽ വെയിറ്റ് വരുന്ന ഒരു മീനാണ്. ഈ കാണുന്ന മീനാണ് തമ്പാൻ, മളുവൻ എന്നൊക്കെ പറയുന്ന മീനാണ്. ഇത് റെഡ് സ്നാപ്പർ അല്ല കേട്ടോ, തമ്പാനാണ്. ഈ കാണുന്നതാണ് ചേമീൻ. ചേമീൻ എന്ന് പറയാൻ ഒരു ദിവസം ഉപ്പിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം കറി വെച്ച് കഴിച്ച് നോക്കണം. ഈ കാണുന്നത് പുള്ളിക്കലവയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ്. 10ാമത് നമുക്ക് പുള്ളിക്കലവ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഒരു വെറൈറ്റി കണ്ട് നോക്കണേ. കലവർഗ്ഗങ്ങളിൽ എത്ര വെറൈറ്റി ഉണ്ടോ നമ്മുടെ കൂട്ടുകാർ നോക്കുക. 11ാമതായി കാണുന്നത് കണ്ണുതള്ളി കലവയാണ് കേട്ടോ. നേരത്തെ നമ്മൾ കാണിച്ച വെള്ളക്കലവയാണ്, ഇത് കണ്ണുതള്ളി കലവയാണ് കേട്ടോ. അറിഞ്ഞൂടാത്ത കൂട്ടുകാർ ശ്രദ്ധിച്ച് തന്നെ കണ്ടുകൊള്ളുക, കണ്ണുതള്ളി കലവയാണ്. 12ാമതായി നമ്മൾ കാണുന്നത് കരിപ്പട്ടിക്കലവയാണ് കേട്ടോ. ഈ കാണുന്ന കലാവർഗ്ഗങ്ങളുടെ വെറൈറ്റി എല്ലാം നമ്മുടെ കൂട്ടുകാർ കാണണേ. കരിപ്പട്ടിക്കലവയാണ് കേട്ടോ. ഇത് വേറെ ഉണ്ട്, മൂട്ടാൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്, നമ്മുടെ കയ്യിൽ കിട്ടുകയാണ് നമ്മുടെ കൂട്ടുകാർ കാണിച്ചു തരാം. 13ാമതായി കാണുന്നത് വെള്ളക്ലാത്തി. വെള്ളക്ലാത്തി അറിയാത്ത കൂട്ടുകാരില്ല. ഇതിനെയൊക്കെ എടുത്തിട്ട് ഉള്ളി മുളകൊക്കെ വെച്ച് കഴിച്ചു നോക്കണം കേട്ടോ. നമ്മുടെ ഇവിടെ ഇതിനെ തൊലിയൊക്കെ ഉരിച്ചിട്ട് ഉള്ളി മുളകാണ് വയ്ക്കുന്നത്. ഇത് കാണുന്നത് മുള്ളി എന്ന് പറയുന്ന മീനാണ് കേട്ടോ. കാണുമ്പോൾ ഒരുപാട് ചെതമ്പലുണ്ടെങ്കിലും ശരി തന്നെ, കഴിക്കാനോ ഫ്രൈ ചെയ്യാനൊക്കെ അടിപൊളി സാധനമാണ്. ഇത് കിളിമീൻ. 15ാമതായി നമ്മൾ കാണുന്നത് കിളിമീൻ. ഫ്രൈ ചെയ്യാനായിട്ട് അടിപൊളി സാധനമാണ്. കിളിയുടെ ആ ചുണ്ടുപോലെ ഇരിക്കുന്നതുകൊണ്ടാണ് കിളിമീൻ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇനി നമ്മൾ കാണിച്ചു തരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 2 വെറൈറ്റി സാധനമാണ് കേട്ടോ. കാണാൻ പാമ്പ് പോലെ ഇരിക്കുന്ന ഈ സാധനത്തിന് നാക്കാടി, അതുപോലെ നരിമീൻ എന്നൊക്കെയാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് പറയുന്നത്. ഇതിൻ്റെ വേറൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ, അതിനെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വീഡിയോയിലുണ്ട് കേട്ടോ. ഇതാണ് പുള്ളി നരിമീൻ കേട്ടോ. ഇതിൻ്റെ ദേഹം മുഴുവനും പുള്ളിയായിട്ടിരിക്കും. കാണുമ്പോൾ തന്നെ നമുക്ക് പാമ്പ് പോലെ ഇരിക്കുന്നതുകൊണ്ട് മിക്ക ആൾക്കാർ ഇതിനെ കഴിക്കാറില്ല. അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ.